ఏ ఊరనున్నావో ఓ యేసు ప్రభువా, మా ఊరు మదిలోన మరచేవరావా. ఏ ఊరనున్నావో ఏ యేసు ప్రభువా, మా ఊరు మదిలోన మరచేవరావా. నీరాకకై ఎదురు చూసేటి కనులు, నీరాకకై ఎదురు చూసేటి కనులు, కారేటి నీళ్ళలో పూసేటి పూలు. ఏ ఊరనున్నావో ఓ యేసు ప్రభువా, మా ఊరు మదిలోన మరసేవరావా. తనుమానధనములు నీవే కాదయ్యా, తనుమానధనములు నీవే కాదయ్యా, నీకివ్వనా వద్ద ఏమీ లేదయ్యా. ఏమీ లేదని నన్ను ఎడబాయకయ్యా, ఏమీ లేదని నన్ను ఎడబాయకయ్యా, నేనున్న దక్షిణగా గైకోనుమయ్యా. ఏ ఊరనున్నావో ఓ యేసు ప్రభువా. എൻ്റെ പേര് ഫാദർ ടോണി കുമ്പിടിയാമാക്കൽ. ഞാൻ ആദിലാബാദ് രൂപതയിലെ ഒരു വൈദികനാണ്. ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 6 വർഷമായി. ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ട് 4 വർഷമായി. ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ ആദ്യം പിതാവ് എന്നോട് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി. കാരണം ആദ്യം ഞാനുണ്ടായിരുന്നത് 2 വർഷം കത്തീഡ്രൽ പള്ളിയിലായിരുന്നു. അപ്പോൾ ഇത് ഒരു 300 വീട്ടുകാരുണ്ടായിരുന്ന ഒരു ഇടവകയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഓരോ പരിപാടികളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ സിറ്റിയിൽ നിന്നൊക്കെ വളരെ അധികം ദൂരമുള്ള ഒരു സ്ഥലം, പിന്നെ ആൾക്കാരൊന്നും അധികമില്ല, പിന്നെ ആൾക്കാരെങ്ങനെയുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരാത്തൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇവിടെ 2006 ആദ്യമായിട്ട് സെമിനാരിയിൽ വരുന്നത്. അപ്പോൾ സെമിനാരിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും വരാത്തൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, ഇവിടുത്തെ മനുഷ്യരെങ്ങനെയാണ്, ഇവിടുത്തെ രീതി എങ്ങനെയാണ് എന്ന് വളരെയധികം സങ്കോചപ്പെട്ടിരുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു പള്ളിമുറി ഇല്ല. അപ്പം ആ ജീവിതത്തിൽ എങ്ങനെ താമസിക്കണം, ബുദ്ധിമുട്ട്. അതിൻ്റെ പള്ളിയുടെ ചെറിയൊരു ഷെഡാണ് പള്ളി. ആ പള്ളിയുടെ പുറകിലുള്ള ഒരു സങ്കീർത്തിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ആ ഇടുങ്ങിയ മുറിയിൽ താമസിക്കുക എന്നൊക്കെ വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതും എൻ്റെ മനസ്സിൽ കണ്ടതുപോലെയുള്ള ഒരു സ്ഥലമല്ലായിരുന്നിത്. കാരണം ഒത്തിരിയേറെ ദൂരമുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു സ്വർഗം പോലെ എനിക്ക് തോന്നി. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും സഹകരണവുമാണ് അതിന് കാരണം. നമ്മൾ ഏത് കാര്യം ചെയ്യാൻ മനസ്സിൽ കാണുമ്പോഴേ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും നമ്മുടെ കൂടത്തിൽ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു പ്രകൃതം. അപ്പോൾ നമ്മൾ ഏത് പണി ചെയ്യാൻ വന്നാലും നമ്മുടെ കൂടത്തിലുണ്ടാവും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും എല്ലാ കാര്യത്തിലും നമ്മളോട് കൂടെ ഉണ്ടായി നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ആൾക്കാരാണ്. അപ്പോഴെനിക്ക് തോന്നി ഞാൻ അന്ന് വിചാരിച്ച പോലെയുള്ളൊരു കാര്യമല്ല ഇവിടെയുള്ളത്. ഞാൻ വിചാരിച്ചു എന്തായാലും പിതാവ് പോകാൻ പറഞ്ഞ അനുസരണത്തോടു കൂടെ ഞാൻ വന്നു. കുറച്ച് നാൾ ശേഷം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴെനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം അതുപോലെ സ്നേഹവും കരുതലും ഉള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ പേര് മരിയപുരം എന്നാണ്. ഇവിടുത്തെ ആൾക്കാർ വളരെ പാവപ്പെട്ടവരാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പൊതുവായിട്ട് ഇവർ കൃഷിയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ജീവിതമാർഗം. അതും മഴയുണ്ടെങ്കിൽ മാത്രമേ കൃഷി ഉണ്ടാവുള്ളൂ. നെല്ലും പരുത്തിയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മഴ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വർഷം ഇവർക്ക് കൃഷി നഷ്ടമായിരിക്കും. മഴ കൂടിപ്പോയാൽ പരുത്തിയെല്ലാം നഷ്ടമാവും. അപ്പം മഴയെ ആശ്രയിച്ചാണ് മുഴുവൻ ജീവിതവും.
പിന്നെ ഇവരെല്ലാം തന്നെ ക്രിസ്ത്യാനികളാണ്, നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം റെഗുലറായിട്ട് എല്ലാ ഞായറാഴ്ചയും എല്ലാവരും തന്നെ പള്ളി വരവും വളരെയധികം പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും വളരെയധികം തീക്ഷ്ണതയുള്ളവരാണ്. പിന്നെ ഇവരുടെ വീടുകളൊക്കെ ഏകദേശം നല്ല വീടുകളൊന്നുമല്ല, എല്ലാം ചെറ്റക്കുടിലും പോലെയുള്ള വീടുകളാണ് ഉള്ളത്. ഇത് ഇവരൊരു കൂട്ടുകുടുംബ രീതിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ ഒരു കുഞ്ഞു വീടാണ് ഇവരുടെ. കുഞ്ഞു വീട്ടിൽ ഒരു മുറിയേ ഉള്ളൂ. ഒരു മുറിയിൽ ഇവിടെ 4 ആൺമക്കളും അവരുടെ കുടുംബവും 2 പെൺമക്കളും ഉണ്ട്. അതിൽ ഒരാളുടെയും കൂടെ കല്യാണം കഴിയാനുണ്ട്, ബാക്കി എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞാണ്. ഇവരെല്ലാം താമസിക്കുന്ന ഈ ഒരു മുറിക്കകത്താണ്. മഴക്കാലം ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടത്തോടു കൂടിയാണ്. ഈ വേനൽക്കാലം ആകുമ്പോൾ ഇവരൊക്കെ പുറത്തൊക്കെ കിടക്കും, പുറത്തൊക്കെ താമസിക്കും. പക്ഷെ മഴക്കാലം ആകുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ കിടക്കുകയോ ഉറക്കമോ ഒക്കെ ആകണം. പലരും മാറി മാറി ഉറങ്ങുകയൊക്കെ ചെയ്യും. ചിലർ ഉറങ്ങുമ്പോൾ ചിലരിയ്ക്കും, ചിലർ അങ്ങനെ മാറി മാറി അവർക്കാണ്. കാരണം ഇത്രയും ഒരു കുഞ്ഞ് സ്പേസിൽ എല്ലാവരും താമസിക്കുക എന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ പാമ്പൊക്കെ കയറി വരും, പാമ്പിനെ നോക്കണം, പാമ്പ് കയറുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കാരണം ഇതെല്ലാം ചുള്ളിക്കമ്പ് കൊണ്ട് ഉണ്ടാക്കിയ വീടിൻ്റെയാണ്. വീടിൻ്റെ സൈഡെല്ലാം ചുള്ളിക്കമ്പ് കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പാമ്പും തേളും ഒക്കെ കയറി വരാൻ ഒത്തിരി സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇവർ വളരെയധികം ജാഗ്രതയോടു കൂടിയാണ് താമസിക്കുന്നത്. പിന്നെ ഇവർക്ക് ഏറ്റവും വലിയ വിശ്വാസം മാതാവിനോടുള്ള ഭക്തിയാണ്. ഇവർക്ക് ഭയങ്കരമായിട്ട് മാതാവിനോട് ഭക്തിയുണ്ട്. മാതാവ് ഇവർക്ക് ഒരാപത്തും സംഭവിക്കാതെ ഇവരെ കാത്തുരക്ഷിക്കും എന്നിവർക്ക് ഭയങ്കരമായിട്ട് ഒരു വിശ്വാസമുണ്ട്. അപ്പം മാതാവ് ഞങ്ങൾക്ക് കൂട്ടുണ്ട്. മാതാവ് ഈശോയും ഉള്ളപ്പോൾ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസമാണ്. എല്ലായിടത്തും കൊറോണ വന്നപ്പോഴും ഈ ഗ്രാമത്തിൽ എല്ലാവരും സന്തോഷത്തോടെയും എല്ലാവരും ഒന്നിച്ച് കളിക്കുകയും ചിരിക്കുകയും എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്ത് വളരെയധികം പഴയകാല ഒരു അനുഭവത്തിലേക്ക് അവർ കടന്നു പോയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈശോയോട് പറഞ്ഞിട്ട് മാതാവ് എല്ലാ കാര്യങ്ങളും ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തും. അതുകൊണ്ട് ഇവർക്ക് ഒരു ആപത്തും സംഭവിക്കില്ല എന്ന് ഇവർക്ക് വലിയൊരു വിശ്വാസമുണ്ട്. ഹലോ ഹലോ నీ ఫోటో తీస్తారా అంటాడు చూడు. ఇటు చూస్తావా? ఇటే చూస్తుంది, అటు చూస్తలేదు. ഇവരുടെ വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവർ തുടങ്ങത്തുള്ളൂ. അച്ഛൻ വന്ന് വെഞ്ചരിക്കണം. നമുക്ക് നാട്ടിലത്തെ ഒരു സിറ്റുവേഷനെക്കാട്ടിലും കൂടുതൽ ഇവർക്ക് വിശ്വാസമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒരു കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം കൊച്ചിനെ പള്ളിയിൽ കൊണ്ടുവരും. പള്ളിയിൽ കൊണ്ടുവന്നിട്ട് മാമോദീസ മുക്കിയതിന് ശേഷം പിന്നെ ആദ്യത്തെ ചോറ് കൊടുക്കുന്നത് വീട്ടിൽ കൊച്ചിനെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് കൊച്ചിന് ചോറ് കൊടുക്കും. പിന്നെ ആദ്യത്തെ ഇവരുടെ കൊച്ചിൻ്റെ മുടി മുറിക്കുന്നതും പള്ളി കൊണ്ടുവന്നിട്ടാണ്. അവൻ പള്ളി കൊണ്ടുവന്ന അച്ഛനാണ് ആദ്യത്തെ മുടി മുറിക്കുന്നത്. അപ്പോൾ അത്രയും നാൾ ഇവർ മുടി മുറിക്കാതെ കൊച്ചിനെ വളർത്തുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെയാണ് ഇവരുടെ വിശ്വാസത്തിൽ ചെറുപ്പം മുതൽ തന്നെ പിള്ളേരെ ഒരു നല്ല വിശ്വാസത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ വേണ്ടിയിട്ടും പള്ളിയോട് ചേർന്നിരിക്കുവാനാണ് ദൈവിക കാര്യങ്ങളിൽ ഇവർ വളരെയധികം താല്പര്യത്തോടു കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് കുറേ വർഷങ്ങൾ മുമ്പോട്ട് ഇവരൊക്കെ പഠിപ്പിച്ച് ഇവിടെ നേരത്തെ വന്നിട്ടുള്ള മിഷണറിമാരൊക്കെ വന്ന് പഠിപ്പിച്ചതാണ്.
ഇപ്പം നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. പണ്ട് കാളവണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ തുടങ്ങിയിട്ട്, ഇവിടെ അച്ഛൻ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അടുത്തുള്ള ഒരു ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് വന്നത് കാളവണ്ടിയിലാണ് വന്നത്. പിന്നെ ഇവിടെ ഇപ്പം വഴിക്ക് ഒരു പാലമുണ്ട്. അപ്പോൾ പാലം 2020 പാലം അവിടെ വരുന്നത്. അപ്പം പാലം വരുന്നതിന് മുമ്പ് ആ പുഴ നീന്തി കടന്നിട്ട് വേണമായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഇവർ സംസാരിച്ചപ്പം ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പണ്ട് ഇവിടെ പഴയ പിതാവ്, അതായത് ജോസഫ് കുന്നത്ത് പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് പിതാവായിരുന്നു അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. സാലിക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് പിതാവ് നടന്ന് ഇവിടം വരെ വരുമായിരുന്നു. അപ്പം വൈകുന്നേരങ്ങളിലായിരുന്നു കുർബാന ഉണ്ടായിരുന്നത്, ശനിയാഴ്ച വൈകുന്നേരം. അന്നേരം ദേവാലയം ഒന്നും ഇല്ലായിരുന്നു, വല്ല മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആയിരുന്നു അന്ന് കുർബാന നടത്തിക്കൊണ്ട്, നല്ല ഏതെങ്കിലും വീടിൻ്റെ പുറത്തും റോഡിലൊക്കെ ആയിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേനും മൊത്തം ചെളിയിൽ മുങ്ങി കുളിച്ച് ചെളിയും പറ്റിയെല്ലാം ആയിട്ടാണ് അവർ വരുന്നത്. അപ്പം വന്നു കഴിയുമ്പോൾ റോഡിൻ്റെ അരികിൽ തുടക്കത്തിൽ തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ അവർ കുളിച്ച്, അച്ഛനും സിസ്റ്റേഴ്സും എല്ലാം അവിടുന്ന് കുളിച്ചിട്ട് ആയിരുന്നു പള്ളിയിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയേറെ കഷ്ടപ്പെട്ട് അവർ ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഇത്രയും വിശ്വാസമുള്ള ഒരു വിശ്വാസ സമൂഹത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരെല്ലാം കൃഷിയെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. കൃഷിയിൽ നിന്നാണ് ഇവരുടെ ജീവിതം രാവിലെ തന്നെ തുടങ്ങുന്നത്. കാരണം ഇവർക്കുള്ള ആഹാരം, ഇവർക്കുള്ള അരി എല്ലാം ഇവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ അതിലും കാണാം നമുക്കൊരു ദൈവികത്വം. ദൈവത്തിനെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്യർത്ഥമായിട്ട് മാറുമെന്ന്. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും ദൈവം നമുക്ക് കൂട്ടായിരുന്ന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും, നമുക്ക് സമൃദ്ധി നൽകും എന്ന് സങ്കീർത്തകാരൻ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവരുടെ വിശ്വാസം. അവർ നേരം വെളുക്കുമ്പോൾ അവരുടെ പ്രഭാത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴേ ദൈവവിശ്വാസത്തോടെ ആരംഭിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങളിലും ഇത് കാണാം. അവർ കൃഷിയിടങ്ങളിൽ വികാരച്ചനെ കൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ച് കൃഷിയിടം ആശീർവദിക്കും. അതുപോലെ തന്നെ അവർ നെല്ലിടുന്നതിന് മുമ്പ്, നെല്ല് കുതുക്കുന്നതിന് മുമ്പ്, അത് വെള്ളത്തിലിടുന്നതിന് മുമ്പ് പള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം മേടിച്ച് കൊണ്ടാണ് അത് അവർ വെള്ളത്തിൽ കുതിർത്ത് മുളയ്ക്കാൻ വയ്ക്കുന്നത്. മുളച്ച് കഴിഞ്ഞിട്ടും അവരുടെ കൃഷിയിടങ്ങളിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ആ കൃഷിയുടെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് വിചാരിച്ചുകൊണ്ടാണ്. എന്ത് കാര്യങ്ങൾ ചെയ്താൽ പോലും ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതമാണ് ഇവരുടെ കയ്യിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും ദൈവവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ദൈവം എല്ലാ കാര്യങ്ങളും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ചിലപ്പോഴും കൃഷിയൊക്കെ നഷ്ടമായിട്ട് വരും. പക്ഷേ ഒരിക്കൽ പോലും അവരതിനെക്കുറിച്ച് ദൈവത്തിനെതിരായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നഷ്ടം വന്നല്ലോ എന്ന് പറയുന്നതായിട്ട് ഒരിക്കൽ പോലും ഞാൻ കേൾക്കാൻ ഇടയായിട്ടില്ല. അത് ദൈവത്തിൻ്റെ കാര്യമാണ്. അത് ദൈവം എല്ലാം എനിക്ക് നന്മയ്ക്കായിട്ട്, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുമെന്ന് റോമക്കാരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അവർ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. పితా పుత్ర పవిత్ర నామమున పరలోకమందున్న మా యొక్క తండ్రి, మీ నామం పూజింపబడును గాక, మీ రాజ్యం వచ్చును గాక, మీ చిత్తం పరలోకం నెరవేరును గాక. నానాటికి కావలసిన మా అన్నము మాకు నేటికి మా యొద్ద కూడిన వారిని మన్నించినట్లు మా అప్పులను మీరు మన్నించండి. మమ్మ శోధన ప్రవేశమినాక కీడులో నుండి రక్షించండి. ఆమేన్. దేవర ప్రసాదం చేదండి నవరేమ వందనము. వారు మీతో ఉన్నారు, స్త్రీలలో ఆశీర్వదింపబడిన వారు మీరు, మీ గర్భఫలం చేసి ఆశీర్వదింపబడిన వారగన పరిశుద్ధ మరియమ్మ సర్వేశ్వరుని యొక్క మాత పావనమైనడు మా కొరకు ఇప్పుడు మా మరణ సమయం ప్రార్థించండి. ఆమేన్. పితా పుత్ర పవిత్ర మహిమ కలుగును గాక.
సర్వేశ్వర వ్యక్తనాలను ఆశీర్వదించండి. మీ యొక్క అభిషేకంతో మీ యొక్క ఆశీర్వాదంతో నింపండి ప్రభువా మంచి ఫలమును వస్తకి, మంచి వాతావరణం వస్తే అన్ని సమృద్ధంగా వస్తకి దీవించి ఆశీర్వదించిన పితాపుత్రపుత్రం దీవించి ఆశీర్వాదక. നമ്മൾ നാട്ടിലൊക്കെ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയിൽ മാത്രം ചുരുങ്ങിയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്ന യേശുവിനെ അറിയാത്ത ആൾക്കാരുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. യേശുവിനെക്കുറിച്ച് ഒരു വാക്ക് പോലും അറിയാത്ത, യേശു ആരാണെന്ന് പറയാൻ പോലും അറിയത്തില്ലാത്ത, പൗലോസ്ലീഹ പറയുന്ന പോലെ സുവിശേഷം കേട്ടിട്ടില്ലെങ്കിൽ അവരെങ്ങനെ വിശ്വസിക്കും എന്ന് പറയുന്ന പോലെ അവരുടെ അങ്ങനെയുള്ള കേൾക്കാത്ത ആൾക്കാരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. നമ്മൾ നേരിട്ട് അവരുടെ അടുത്ത് എന്ന് ഈശോയെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ പോലും നമ്മുടെ ജീവിത രീതിയും നമ്മൾ അവരുടെ അടുത്ത് പോകുന്ന സ്നേഹവും പരിചരണവും നമ്മൾ അവരുടെ കാര്യത്തിലുള്ള ഇടപെടലൊക്കെ കാരണം നമ്മൾ ഈശോയെ അവർക്ക് കൊടുക്കുകയാണ്. അവർ പെട്ടെന്ന് നമ്മൾ സ്വീകരിക്കുന്നില്ല. അവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ മാത്രമേ അവർ നമ്മൾക്ക് മാമോദിസ കൊടുക്കുകയുള്ളൂ. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരണം. അവർ 2 വർഷത്തോളം അവരെ നമ്മൾ നോക്കി അതിനുശേഷം മാത്രമേ നമ്മൾ അവർക്ക് മാമോദിസ കൊടുക്കുകയും അതുപോലെയൊക്കെ ചെയ്യുക. യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണോ എന്നറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അവർക്ക് മാമോദിസ കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ റെഡിയായിട്ട് മാമോദിസ മുങ്ങാനും ഈശോ വിശ്വാസികളായിട്ട് ജീവിക്കുന്നവരുണ്ട്. മാമോദിസ മുങ്ങിയില്ലെങ്കിൽ പോലും ഈ ചുറ്റുള്ള ഒത്തിരി ഗ്രാമങ്ങളിൽ ഈശോയോടുള്ള സ്നേഹവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്നവരും ആണ്. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയിൽ അവരെല്ലാവരും ഇവിടെ വരും. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 500-600 ആൾക്കാർ വരും. ഇവിടെ വന്ന് പ്രാർത്ഥനയിലും മറ്റും പങ്കെടുക്കുകയും ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ കൂടുകയും ഇവിടെ അവർ കലാപരിപാടികളൊക്കെ കാണുകയും ഒക്കെ ചെയ്ത് ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ വരും. അങ്ങനെ ഈശോയോട് വളരെയധികം ഭക്തിയും അതുപോലെ തന്നെ ബഹുമാനമുണ്ട്. പിന്നെ കാലക്രമേണ അവരെല്ലാവരും ഈശോയെ കൂടുതലായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട് കഴിയുമ്പോൾ അവർ ഈശോയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അവരുടെ മറ്റു വിശ്വാസങ്ങളെല്ലാം വെടിവെന്നാണ് പ്രതീക്ഷ. ദൈവം വിചാരിച്ചാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ മനുഷ്യൻ പദ്ധതികൾ കാണുകയും അത് വിഭാവനം ചെയ്യുന്നത് ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പദ്ധതികൾക്കും അതീതമായിട്ട് ദൈവം എല്ലാ കാര്യത്തിലും ഇടപെടും. ദൈവം എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, യേശുവയുടെ 2ാമത്തെ വരവിന് മുമ്പ് ഈ ലോകത്തിലുള്ള എല്ലാവരും യേശുവിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമേ ആ 2ാമത്തെ വരവുണ്ടെന്ന്. ഇനിയും നമുക്ക് ഒത്തിരിയേറെ പേരെ ഈശോയെ കുറിച്ച് അറിയിക്കുവാനായിട്ടുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർ ഈശോയെക്കുറിച്ച് കേൾക്കുവാനായിട്ടുണ്ട്. നമുക്ക് ഒത്തിരിയേറെ ദൂരങ്ങളിലാണ് ഗ്രാമങ്ങളിൽ പോലും, ഈ അടുത്തുള്ള ഗ്രാമങ്ങളിലുള്ള ഈശോയെക്കുറിച്ച് ഒരു പ്രാവശ്യം പോലും കേൾക്കാത്ത ഒരു മനുഷ്യർ ഈ ഗ്രാമങ്ങളില്ല. എന്തേലും ഒരു പ്രോഗ്രാമായിട്ടോ ഒരു പരിപാടിയായിട്ടോ നമ്മൾ അവരുടെ വീട്ടിൽ സന്ദർശിച്ച് നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയാത്ത ഒരു വീട് പോലും നമ്മുടെ ഈ അടുത്തുള്ള ഈ 10 ഗ്രാമങ്ങളിലില്ല. పరలోకమందునుడుమాయక తండ్రి, మీ నామం గాక, మీ రాజ్యం గాక, మీ చిత్తం పరలోకమందు నెరవేరినట్లు భూలోకమందు నెరవేరును గాక. నా నాటికి కావలసిన మాయనము మాకు నేటికి పంటి, మా వద్ద పడిన వారిని మన్నించినట్లు మా అప్పులను మీరు మన్నించండి. మమ్మ శోధన ఎందు వేసుమని యొక్క కీడులో నుండి రక్షించండి. దేవర ప్రసాదము చేత నిండిన మరియమ్మ వందనము. వెళ్ళిన వారు మీతోనున్నారు, స్త్రీలలో ఆశీర్వదింపబడిన వారు మీరే, మీ గర్భఫలము చేస్తూ ఆశీర్వదింపబడిన వారగునే. పరిశుద్ధ మరియమ్మ సర్వేశ్వరుని యొక్క మాత, పాపాన్మైనడు మా కొరకు ఇప్పుడు మా మరణ సమయమందును ప్రార్థించండి. ఆమేన్. అమ్మా అమ్మా మేరీ మాత, మా కోసం ప్రార్థించు మేరీ మాత. అమ్మా అమ్మా మేరీ మాత, మా కోసం ప్రార్థించు మేరీ మాత. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-38 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്.
അത് അക്ഷരാർത്ഥത്തിൽ സത്യമാകുന്ന ഒരു സ്ഥലമാണിവിടെ. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിൽ 2% കത്തോലിക്കർ മാത്രമേ ഉള്ളൂ. ആദിലാബാദ് രൂപതയിൽ അത് 18,000 കത്തോലിക്കർ മാത്രമേ ഇന്നുള്ളൂ. പക്ഷേ ഇവിടെയെല്ലാം വിളവ് സമൃദ്ധമായിട്ടുണ്ട്. ഈശോയെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള ഒരു ജനതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടേണ്ട മാത്രമേ ഉള്ളൂ. അത്രയും സ്നേഹവും അതുപോലെ തന്നെ ഈശോയെക്കുറിച്ച് കേൾക്കുവാനായിട്ട് തീഷ്ണതയുള്ള ഒരു ജനസമൂഹമാണ് ആദിലാബാദ് രൂപതയിലുള്ളത്. നമ്മൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ഹൃദയപൂർവ്വം നമ്മളെ സ്വീകരിച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഒന്നുമില്ലാതെ അവരുടേതായ ബുദ്ധിമുട്ടുകളിൽ അവർ നമ്മളെ അവരുടെ ഭവനത്തിലേക്കും അവരുടെ വീടുകളിലേക്കും അവരുടെ ജീവിതത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് ഈശോയെക്കുറിച്ച് കേൾക്കുവാൻ നമ്മുടെ ചുറ്റുമിരിക്കുന്ന ഒരു ജനസമൂഹം. നമ്മളെപ്പോൾ ചെന്നാലും നമ്മുടെ അടുത്ത് അവിടെയുള്ളവരെല്ലാം, ആ പ്രാന്തങ്ങളുമുള്ള എല്ലാവരും തന്നെ ഓടിയെത്തും. കാരണം അവർക്ക് കേൾക്കണം, ഈശോയെക്കുറിച്ച് അറിയണം, ഈശോയുമായിട്ട് ഒന്നു ചേർന്നുള്ള ഒരു ജീവിതം ജീവിക്കണം എന്നുള്ള ഒരു തീഷ്ണത അവരിൽ കാണുവാൻ സാധിക്കും. പലപ്പോഴും തന്നെ അവർ നമ്മുടെ അടുത്ത് ഓടി വരുന്നതിൻ്റെ കാരണം അവർക്ക് എന്തോ ആവശ്യം നമ്മുടെ നിന്ന് ഉണ്ടായിട്ട് അല്ല. പക്ഷേ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ തിരുവചനത്തിനു വേണ്ടി തീഷ്ണതയുള്ള ഒരു ജനതയെ ഞാൻ സൃഷ്ടിക്കും എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ തിരുവചനത്തിനു വേണ്ടി തീഷ്ണതയുള്ള ഒരു ജനത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ജനങ്ങളെ സേവിക്കുവാനും അങ്ങനെയുള്ള ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളേവരെയും സ്വാഗതപൂർവം ക്ഷണിക്കുന്നു. కష్టం దుఃఖం మము ఆవరింప మా కోసం ప్రార్థించు మా తల్లి, మా కోసం ప్రార్థించు మా తల్లి. ఆవే మరియా, ఆవే మరియా, ఆవే మరియా, ആവേ മറിയ. അമ്മ അമ്മ മേരി മാത, మా కోసం ప్రార్థించు మేరీ మాత.